ഓക്കെ. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾസിൽ ലാസ്റ്റ് പഠിച്ചത് ഏതായിരുന്നു? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ തെയിൽസ് തിയറം എന്താണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? എന്തായിരുന്നു ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ തെയിൽസ് തിയറം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? BPT ഷോർട്ട് ഫോം പറയണം. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ അല്ലെങ്കിൽ എന്താ പേര്? തെയിൽസ് തിയറം. എന്തായിരുന്നു ഈ തെയിൽസ് തിയറം പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? പറഞ്ഞേ, എന്താണ്ടേ പറഞ്ഞ? ഒരു ട്രയാങ്കിൾ ABC, line segment parallel to one of the side which intersect the other two sides in two distinct points. അതായത് ഇതിലെ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കും. ഇപ്പോൾ BCക്ക് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്, ലൈൻ സെഗ്മെന്റ് അല്ല ലൈൻ എങ്കിൽ, ആൻഡ് ദാറ്റ് ഷുഡ് ഇന്റർസെക്ട് ടു ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ ഓൺ ദ അതർ ടു സൈഡ്സ്. മറ്റേ രണ്ട് സൈഡിലെയും രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റിനെ ഇന്റർസെക്ട് ചെയ്യുകയും വേണം. ലെറ്റ് D and E be the points where this triangle are the other two sides of the triangle were intersected. D and E. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. ഒന്നെന്ന് പറയുന്നത് DE എന്താണ്? പാരലൽ ടു BC, and D and E are two distinct points on what? AB and AC respectively അല്ലേ? അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാം. എങ്കിൽ then what happens? എന്താ പറയാം? Equal ratio dividing. That divides that two sides in the same ratio or in proportion. That means AD by BD എന്ന് പറയുന്നത് ഈക്വൽ ടു AE by എന്താണ്? EC എന്നാണ്. ഇത് മനസ്സിലായോ? The converse of this is also true. അതായത് കോൺവേഴ്സ് എങ്ങനെയായിരിക്കും പറയാം? വാട്ട് ഈസ് ദ കോൺവേഴ്സ് ഓഫ് ദിസ്? പറയാം, ആർക്കെങ്കിലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? കോൺവേഴ്സ് ഓഫ് BPT ഓർ തെയിൽസ് എന്തായിരിക്കും ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നോക്ക്. ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ, അതായത് ഇവിടെ നമുക്ക് ഏതാണോ പ്രൂവ് ചെയ്യേണ്ടത് അത് തന്നിട്ടുണ്ടാവും, എന്താണോ തന്നിരിക്കുന്നത് അത് പ്രൂവ് ചെയ്യേണ്ടി വരും. അതാണല്ലോ കോൺവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ലൈൻ രണ്ട് സൈഡ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ വെരി ഗുഡ്, ആ ലൈൻ എന്ന് പറയുന്നത് തേർഡ് സൈഡിന്റെ പാരലൽ ആയിരിക്കും. വെരി ഗുഡ്, അത്രേ ഉള്ളൂ. അതായത് അവിടെ തന്നിരിക്കുന്നത് ഇതായിരിക്കും. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഏതാണ് കോൺവേഴ്സ് ഏതാണ് BPT എന്നുള്ളത് മാറിപ്പോകരുത്. അതായത് ദിസ് മച്ച് വിൽ ബി ഗിവൺ. ഏതാ? ABC is a triangle, അത് തന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? there is a line which divides that two sides of the triangle in the same ratio. That means it intersects in two distinct points of the two sides of the triangle, and that two points actually dividing equally എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം ഇപ്പൊ D and E are 2 points നമുക്കറിയാം. സോറി, D and E are the two distinct points. പക്ഷെ നമുക്ക് ഈ DE എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടില്ല, പാരലൽ ആണെന്ന് തന്നിട്ടില്ല. സോ വാട്ട് ഈസ് ഗിവൺ ഇൻ ദിസ്? ദിസ് മച്ച് ഈസ് ഗിവൺ. എന്താ തന്നിരിക്കുന്നത്? AD by BD എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും എന്ന് പറയുന്നുണ്ട്? AE by ECക്ക് തുല്യമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ദിസ് ഈസ് ഗിവൺ. ഇവിടെ ആണെങ്കിൽ എന്താ തന്നിരുന്നത്? വാട്ട് ഈസ് ഗിവൺ ഇൻ ദിസ് പാർട്ട്? DE എന്താണ്? പാരലൽ ടു AC അല്ലെ? BCക്ക് പാരലാണ് DE എന്നുള്ളതായിരുന്നു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ടു ബി പ്രൂവ്ഡ്? ടു പ്രൂവ് വാട്ട്? AD by BD equal to AE by EC എന്നാണ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ആണെങ്കിലോ നേരെ തിരിച്ച്. വാട്ട് ഈസ് ഗിവൺ ഹിയർ? ദ റേഷ്യോ by which this particular line divides the two sides of the triangle is given as what? Equal. ഈ രണ്ട് സൈഡിനെയും അത് ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ വാട്ട് ടു ബി പ്രൂവ്ഡ്? വാട്ട് ടു ബി പ്രൂവ്ഡ് ഇൻ ദിസ് കേസ്? എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? പറഞ്ഞേ, എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? പറഞ്ഞോ, ഇപ്പൊ പറഞ്ഞു തന്നെ. എന്താ? DE parallel to BC. DE parallel to BC or BC parallel to DE.
അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്നുള്ളതിനെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന ലൈൻ പാരലൽ ടു ദ തേർഡ് സൈഡ് എന്ന് തന്നേക്കും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങളെടുത്ത് ഈ റേഷ്യോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഈ ലൈൻ പാരലൽ ആണെങ്കിൽ ദിസ് റേഷ്യോ ഈസ് ഈക്വൽ. എന്താ കാര്യം, നമുക്കറിയാം ഇറ്റ് ഈസ് BPT. അതുപോലെ തിരിച്ചും റേഷ്യോ ഈക്വൽ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പാരലായിട്ട് എടുക്കാം. നമുക്ക് ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസിലേക്ക് പോവാം. ഇതെങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് പ്രോബ്ലംസ്. സിമ്പിളാണ്. ഓക്കെ, സോറി, നിങ്ങൾക്ക് എക്സാം ഉണ്ടല്ലോ, അറിയാമല്ലോ അല്ലേ? എന്നത്തേക്ക് ഡേറ്റ് ഇട്ടേക്കണ? 6, 7, 8 സെപ്റ്റംബർ അല്ലേ? സെപ്റ്റംബർ. ഓ, അത് പഠിപ്പിച്ചത് ഏതുവരെ അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. ആദ്യത്തെ പോർഷൻ തൊട്ടുള്ളത് ഉണ്ടാവുമോ? അത് ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ തൊട്ട് ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്നറിയാമോ, അത് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ടെസ്റ്റ് പോലെ ഉപയോഗപ്പെടുത്തില്ലേ? ഓക്കെ സാർ. ഇനി വേറെ ഏതെങ്കിലും ഡയറക്ഷൻ വരണമെങ്കിൽ ഞാൻ മാറ്റും. മീൻസ് ഇപ്പൊ നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റർ വരുന്നുള്ളൂ. ഇപ്പൊ സെക്കൻഡ് സെഷൻ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഇതിനിടയ്ക്ക് അതിന്റെ പേരെന്താ, JNVST വന്നു, പിന്നെ ഏതാ വന്നേ, ഓണം വെക്കേഷൻ വന്നു അല്ലേ? അപ്പം നമുക്ക് കുറേ ക്ലാസ്സസ് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ടോപ്പിക്സ് നമുക്ക് തീർന്നിട്ടുള്ളൂ. അപ്പം അത് കാര്യമാക്കണ്ട. പക്ഷെ നമുക്ക് പെർമിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മുഴുവൻ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, കാരണം നമുക്ക് എപ്പോഴും ഇതൊക്കെ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് ആയിട്ട് വേണം എടുക്കാൻ. നമ്മുടെ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് ഹോൾ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. നോക്കാം, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ശരി, അപ്പോൾ ഇവിടെ ഇത് നോക്കിയേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ അവിടേക്ക് കൊണ്ടുപോവാം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദർ ആർ 2 ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാ? DE പാരലൽ ടു BC എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈ ക്വസ്റ്റ്യനിൽ ഏതാണത്? ഈ ട്രയാങ്കിൾ ആണ്. DE പാരലൽ ടു BC ആണ്. അപ്പൊ DE പാരലൽ ടു BC ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നറിയാം? എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റും? BPT അപ്ലൈ അല്ലേ? എന്താ പറയാ, കൺസിഡർ ട്രയാങ്കിൾ എഴുതണമെന്നില്ല, കാരണം നമുക്കിപ്പോൾ നേരിട്ട് ആൻസർ എഴുതിയാൽ മതി. ABC ഹിയർ എന്താ, DE പാരലൽ ടു BC ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിംപ്ലൈസ് AD ബൈ BD ഈക്വൽ ടു AE ബൈ EC. ഞാനിത് ഡയറക്റ്റ് അങ്ങ് എഴുതാണ്, കാരണം ഇത് അനാലിസിസിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഇത് ബൈ BPT അല്ലേ? നമുക്ക് BPT ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുന്നു ഉടനെ നമുക്ക്. കാരണം എന്തുകൊണ്ട് നമ്മൾ ഇത് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ ഇത്രേ ഉള്ളൂ, ഈ പാർട്ട് മിസ്സിംഗ് ആണ്. EC അല്ലേ? EC ഈസ് മിസ്സിംഗ്. AD തന്നിട്ടുണ്ട്, AE തന്നിട്ടുണ്ട്, BD തന്നിട്ടുണ്ട്, EC തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാ മിസ്സിംഗ്? EC തന്നിട്ടില്ല, ഇത് മിസ്സിംഗ് ആണ്. അത് എക്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? AD എന്ന് പറയുന്നത് എത്രയാ? 1.5. BD എത്രയാ? 3 അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു AE എത്രയാ? 1 സെന്റിമീറ്റർ. ആൻഡ് EC എന്ന് പറയുന്നത് എത്രയാ? X ആയിട്ട് എടുത്തു. സോ ദിസ് X ഈസ് ടു ബി ഡിറ്റർമിൻഡ്. അപ്പൊ എന്താ പറയുക? 1.5 into X is equal to 1 into 3, or X is equal to 3 divided by 1.5 which is equal to 2. അല്ലേ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം 1.5 3 തമ്മിൽ റേഷ്യോ 1:2 അല്ല. അപ്പം ദിസ് മസ്റ്റ് ബി 2. അപ്പോൾ നമുക്കത് 2 സെന്റിമീറ്റർ എന്ന് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിനകത്തൊരു കൊറോളറി പാർട്ട് നിങ്ങൾ ഇത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഇതും തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടില്ല. അപ്പോൾ അത് X എന്ന് കൊടുത്താൽ മതി. ആൻഡ് DE പാരലൽ ടു BC എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ? ശരിയല്ലേടേ? കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഇവിടെ ഞാനിവിടെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഇതിന്റെ ശരിക്കും ഒരു കൊറോളറി ആയിട്ടാ പറയുന്നത്. ഇവിടെ ഈ ABC ഇത് DE ആണെങ്കിൽ നമുക്കറിയാം ഇഫ് DE പാരലൽ ടു BC ആണെങ്കിൽ
വി നോ ഡി പാരലൽ ടു ബി സി ആണെങ്കിൽ എന്ത് പറയാം, ദെൻ എ ഡി ബൈ ബി ഡി ഇസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി. ഇത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ചേ, എ ഡി ബൈ ബി ഡി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ആണെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് ഈസ് ഇറ്റ് പോസിബിൾ ടു പ്രൂവ്, ഇത് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ, എ ഡി ബൈ എ ബി ഇസ് ഈക്വൽ ടു എ ഇ ബൈ എ സി ആൾസോ, ആൻഡ് ബി ഡി ബൈ എ ബി ഇസ് ഈക്വൽ ടു ഇ സി ബൈ എ സി. ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് എന്താ, ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഈ സൈഡ് ഇസ് ഈക്വൽ ടു ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഈ സൈഡ്. ഈ സൈഡ് എന്നല്ല ആ പാർട്ട്, ഇതാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷെ അവർ പറയുന്നത് ഇത് ട്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിവൈഡഡ് ബൈ ദ ഹോൾ, ഇത് ഡിവൈഡഡ് ബൈ ദ ഹോൾ ഈ റേഷ്യോവും തുല്യമാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എ ഡി ബൈ എ ബി, എ ഡി ബൈ എ ബി ദ ഹോൾ, ദിസ് പാർട്ട് ഡിവൈഡഡ് ബൈ ദ ഹോൾ, ഇവിടെ ദ പാർട്ട് ബൈ ഹോൾ ഈക്വൽ ആയിട്ട് വരുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, വരുമോ? എനിക്ക് എന്താ തോന്നുന്നേ? വരും അല്ലേ? ഇത് പണ്ടായിരുന്നെങ്കിൽ പഴയ നിങ്ങളൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞു. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞേനെ. 9ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ അത് ആ സിലബസ് ഒക്കെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ അങ്ങനെ എത്തിക്കാൻ പറ്റും? അതായത് എ ഡി ബൈ എ ബി ഇസ് ഈക്വൽ ടു, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ? ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം, ടു പ്രൂവ് എന്താണ് എ ഡി ബൈ എ ബി ഇസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്നോ. ഞാൻ ഇതൊക്കെ എഴുതുന്ന ഏതെന്ന് വെച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം നമ്മൾ ഈ ലോജിക്കൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ ആ ലോജിക്ക് നമുക്ക് നേരത്തെ ഫെമിലിയർ ആണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ആൻസറിൽ എത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഈ ലോജിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ പരീക്ഷയ്ക്ക് നിങ്ങളുടെ പ്രൂവ് ദാറ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല. മറ്റൊരു ക്വസ്റ്റ്യന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ആകാശത്തു നിന്ന് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ, എന്താ, അത് ആ ലോജിക്ക് നിങ്ങളുടെ മനസ്സിൽ വരണമെങ്കിൽ നിങ്ങളത് ഫെമിലറൈസ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നോക്കിയേ, എ ഡി ബൈ നമ്മുടെ കയ്യിലുള്ളത് എന്താ, വാട്ട് വി ഹാവ് എന്താ, എ ഡി ബൈ ബി ഡി വിച്ച് ഈസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് വേണ്ടത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും എങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കും. ഈ എ ഡി ഓക്കെ, എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഈസ് എ ബി? ഹൗ ഡു വി ഗെറ്റ് എ ബി? AD plus BD. യെസ്, എ ഡിയും ബി ഡിയും കൂടെ കൂട്ടുന്നതാണ് എ ബി. അപ്പൊ ഇവരെ തമ്മിൽ കൂട്ടിക്കാൻ എന്താ വഴി എന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ എനിക്ക് ഇതിനെ കൂട്ടിക്കാനായിട്ട് ഞാൻ ഇതിൽ രണ്ടിന് 1 ആഡ് ചെയ്തു എന്ന് വെച്ചോ. എന്ത് ആഡ് ചെയ്യുന്നു? 1 ഞാൻ ആഡ് ചെയ്യുക, +1. ഇവിടെയും അപ്പോൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവത്തില്ലല്ലോ അല്ലേ? 1/2 is equal to 1/2. Then 1/2 plus 1 means is equal to 1/2 plus 1. അത്രേ ഉള്ളൂ. Both LHS and RHS are added by 1. It won't change the value. But ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ LCM എടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റും? എ ഡിയും ബി ഡിയുടെയും ഒരു സം അവിടെ വരത്തില്ലേ? When you take the LCM of this. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മെത്തേഡ്. എ ഡി പ്ലസ് ബി ഡി ബൈ ബി ഡി വിച്ച് ഈസ് ഈക്വൽ ടു എ ഇ പ്ലസ് ഇ സി ബൈ ഇ സി. നമ്മുടെ ആൻസറിലിട്ട് എത്തിക്കഴിഞ്ഞു. കാരണം എ ഡി പ്ലസ് ബി ഡി എന്ന് പറഞ്ഞാൽ എന്താ? എ ഡി ബൈ ബി ഡി ഡിവൈഡഡ് ബൈ അല്ലെ ഈക്വൽ ടു എ സി ബൈ ഇ സി. നമുക്ക് വേണ്ടത് തിരിച്ചായിരുന്നു അല്ലേ? എ ഡി ബൈ ഇവിടെ എ ബി ആണല്ലേ?
സോറി എ ബി ബൈ ബി ഡി ആണ്. നമുക്ക് വേണ്ടത് ബി ഡി ബൈ എ ബി ആയിരുന്നു. ഇവിടെ കിട്ടിയത് എന്താ? എ ബി ബൈ ബി ഡി ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ബി ഡി ബൈ എ ബി വിച്ച് ഇസ് ഈക്വൽ ടു ഇ സി ബൈ എ സി. ഇനി ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച്, ഇതിപ്പോ എനിക്ക് കിട്ടിയത് ഈ റേഷ്യോ ആണ്, പക്ഷെ എനിക്ക് വേണ്ടത് ഈ റേഷ്യോ ആണെങ്കിലോ ഇതെങ്ങനെ ചെയ്യുമായിരുന്നു? അത് പറയുമെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ചെയ്തത് മനസ്സിലായി എന്നർത്ഥം. ഒന്ന് ആലോചിച്ചേ, എനിക്ക് വേണ്ടത് എ ഡി ബൈ എ ബി ആയിരുന്നു എങ്കിൽ ഇവിടെ ഇപ്പൊ കിട്ടിയത് ബി ഡി ബൈ എ ബി ആണ് അല്ലെ? ബി ഡി ബൈ എ ബി ഇസ് ഈക്വൽ ടു ഇ സി. ഈ റേഷ്യോ കിട്ടി, പക്ഷെ എനിക്ക് വേണ്ടത് ഏതായിരുന്നു? ഇതായിരുന്നു എന്ന് വെച്ചോ, എങ്ങനെ ചെയ്യുമായിരുന്നു? BD by AD. AD. BD by AD. And EC by AE. അതായത് ഇതിന്റെ റെസിപ്രോക്കൽ. അതിന്റെ അർത്ഥം നമുക്ക് ഏത് റേഷ്യോ ആണോ ഇവിടെ വേണ്ടത് അത് ഡിനോമിനേറ്ററിൽ ഉണ്ടാവണം അല്ലേ? അതല്ലേ അതിന്റെ അർത്ഥം? ശരിയല്ലേ? അല്ലേ? നമുക്കിപ്പോ അതായത് നമ്മുടെ കയ്യിലുള്ളത് എ ഡി ബൈ ബി ഡി ഇസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്നാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ കമ്പണന്റോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് പ്ലസ് വൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ബി ഡി ബൈ എ ബി എന്നുള്ള റേഷ്യോ ആയാ കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് എ ഡി ബൈ എ ബി ആണെങ്കിൽ നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ചെയ്യേണ്ടി വരും എന്ന് അർത്ഥം. വാട്ട് ഈസ് ഇറ്റ്സ് റെസിപ്രോക്കൽ? ഇറ്റ് ഈസ് ബി ഡി ബൈ എ ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഇ സി ബൈ എ ഇ. ഇനി എന്താ ചെയ്യുക? ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്തു രണ്ട് സ്ഥലത്തും. അതായത് ബി ഡി ബൈ എ ഡി പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇ സി ബൈ എ ഇ പ്ലസ് 1. ദെൻ ടേക്കിംഗ് എൽ സി എം ഇതെന്തായി മാറും? ബി ഡി പ്ലസ് എ ഡി ബൈ എ ഡി വിച്ച് ഇസ് ഈക്വൽ ടു ഇ സി പ്ലസ് എ ഇ ബൈ എ ഇ. ഇത് നോക്കിയേ, ബി ഡി പ്ലസ് എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ബി ബൈ എ ഡി വിച്ച് ഇസ് ഈക്വൽ ടു ഇ സി പ്ലസ് എ ഇ എന്ന് പറഞ്ഞാൽ എന്താ? എ സി ബൈ എ ഇ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് തിരിച്ചായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിന്റെ വീണ്ടും റെസിപ്രോക്കൽ എടുത്തു. ദാറ്റ് ഈസ് എ ഡി ബൈ എ ബി ഇസ് ഈക്വൽ ടു എ ഇ ബൈ എ സി. അപ്പൊ ഞാൻ അവിടെ അപ്ലൈ ചെയ്ത ആ മെത്തേഡ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഇതിനെ നമുക്ക് പാർട്ടിൽ നിന്ന് ഫുള്ളിലേക്ക് വേണ്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? LHSലും RHSലും 1 ആഡ് ചെയ്തു. അതൊരു മെത്തേഡാണ്, അതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ രണ്ടാമത് ഇപ്പൊ കിട്ടിയത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട റേഷ്യോ ആണ്. എന്താണ്? ദിസ് പാർട്ട് ബൈ ഹോൾ ഈസ് ആൾസോ ഈക്വൽ ടു ദ പാർട്ട് ബൈ ഹോൾ ഓഫ് ദ വാട്ട് ട്രയാങ്കിൾ ഇഫ് ദ ലൈൻ ഡി ഇ പാരലൽ. അപ്പൊ ഡി ഇ പാരലൽ ആണെങ്കിൽ നമുക്ക് ഇതും പറയാം. പാരലൽ ടു ബി സി ആണെങ്കിൽ നമുക്ക് ഏത് മാത്രമല്ല ഉള്ളത്? എ ഡി ബൈ ബി ഡി ഈസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് മാത്രമല്ല പറയാൻ പറ്റുക, പിന്നെ വേറെ എന്തും പറയാം. എ ഡി ബൈ എ ബി ഈസ് ഈക്വൽ ടു എ ഇ ബൈ എ സി. ഇതും ട്രൂ ആണ്. ഇതിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ എഴുതിയിരിക്കുന്നതിന്. അത് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതിന്റെ അർത്ഥം ഈ ഡി ഇ പാരലൽ ടു ബി സി ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന കേസ് ഏതാണ്? ഇതിന്റെ പാർട്ടുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അത് BPT പറഞ്ഞു അല്ലേ? ആം ഐ റൈറ്റ്? ശരിയല്ലേ? പക്ഷെ അതിനപ്പുറത്ത് പാർട്ട് മാത്രമല്ല, ദ പാർട്ട് ബൈ ഹോൾ ഈസ് ആൾസോ ഈക്വൽ. ഈ പാർട്ട് ഡിവൈഡഡ് ബൈ ദ ഹോൾ ഈസ് ആൾസോ ഈക്വൽ ടു ദ പാർട്ട് ഡിവൈഡഡ് ബൈ ദ ഹോൾ. അത് നമ്മൾ മറ്റൊരു റേഷ്യോയും ഇതിൽ നിന്ന് തുല്യമാണെന്ന് ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? മനസ്സിലായോടെ? ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഇവിടെ സം പിയും ക്യൂ ആണെന്ന് വെച്ചോ. ഇപ്പൊ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ്. ഇഫ് ഡി ഇ പാരലൽ ടു ബി സി വി നോ എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ. അത് മാത്രമല്ല, അതിൻ്റെ ഒരു കൊറോളറി ആയിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചു. എക്സ് ബൈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു പി ബൈ പി പ്ലസ് ക്യൂ. ഇത് അതിൻ്റെ ആൾജിബ്രൈക് റെപ്രസെന്റേഷൻ ആണ് കേട്ടോ.
ദിസ് ഈസ് ഓൾവേസ് ട്രൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് വൈ ബൈ പി പ്ലസ് ക്യൂ. നിങ്ങളുടെ ഫ്രാക്ഷൻസ് എടുത്ത് ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളത് ചെയ്തിട്ടുമുണ്ട്. എവിടെയാണെന്ന് അറിയാവോ? ഞാനത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലൈൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് ഇത് 2/3 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത്. അപ്പോൾ ഇത് ബൈ ഇത് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. എങ്ങനെ കണ്ടുപിടിച്ച്? ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ എക്സ് ബൈ എക്സ് പ്ലസ് വൈ അല്ലേ 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 ടോട്ടൽ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പം ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓ, ഫിഗർ മാറിപ്പോയി. ഓ, ഫിഗർ തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് വേണ്ട. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇ ആൻഡ് എഫ് ആർ പോയിന്റ്സ് ഓൺ ദ സൈഡ് പി ക്യു ആൻഡ് പി ആർ ഓഫ് ട്രയാങ്കിൾ റെസ്പെക്റ്റീവ്ലി പി ക്യു ആർ. അപ്പോൾ ഒരു ദർ ഇസ് എ ട്രയാങ്കിൾ പി ക്യു ആർ അല്ലേ? പി ക്യു ആറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഇ ആൻഡ് എഫ് ആർ സൈഡ്സ് പി ക്യൂയിലും പി ആറിലും ഉള്ള പോയിന്റ്സ് ആണ്. സോ വി ഹാവ് പോയിന്റ്സ് ഏതാ? ഇവിടെ പിയും പി അല്ലല്ലോ, ഇ ആൻഡ് എഫ് അല്ലേ? ഇ ആൻഡ് എഫ് ആർ 2 പോയിന്റ്സ് ഓൺ സൈഡ്സ് ഏതാണ്? പി ക്യൂയിലും പി ആറിലും ഉള്ള 2 പോയിന്റ്സ് ആണ്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് സ്റ്റേറ്റ് വെദർ ഇ എഫ് പാരലൽ ടു ക്യു ആർ. ഇ എഫ് ക്യു ആറിന് പാരലൽ ആണോ? അതാണ് ചോദ്യം. സോ ലെറ്റ്സ് ഡ്രോ ദറ്റ് ലൈൻ സെഗ്മെന്റ് ഇ എഫ്. ദിസ് ഇസ് ഇ എഫ് ആൻഡ് വാട്ട് ടു ബി പ്രൂവ്ഡ്? ദിസ് ഇ എഫ് ടു പ്രൂവ് വാട്ട്? ഇ എഫ് പാരലൽ ടു ക്യു ആർ. സോ ടു പ്രൂവ് ഇ എഫ് പാരലൽ ടു ക്യു ആർ, വാട്ട് ടു ബി പ്രൂവ്ഡ്? ഇ എഫ് ക്യു ആറിന് പാരലൽ ആവണമെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം? എന്ത് നമ്മളതിൽ ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പാരലാലിറ്റി ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. വിച്ച് തിയറം ആക്ച്വലി ഹെൽപ്പിംഗ്? വിച്ച് ഈസ് ദ തിയറം ടു ബി യൂസ്ഡ് ഹിയർ ടു പ്രൂവ്? കോൺവേഴ്സ്. കോൺവേഴ്സ് ആണെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് ഉണ്ടാവണം? വാട്ട് ഡു വി ഹാവ്? എന്തായിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്? ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? പറയടേ. കോൺവേഴ്സ് ആണ് നിങ്ങൾ പറഞ്ഞു, അത് ട്രൂ ആണ്. എന്താ ഉണ്ടാവുക? എന്ത് വേണം? ഹലോ, എന്താ മോളെ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്താ പ്രശ്നം? ഇ എഫ് പാരലൽ ടു ക്യു ആർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കോൺവേഴ്സ് ഓഫ് ദ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ടു ബി യൂസ്ഡ്. ബട്ട് ടു പ്രൂവ് കോൺവേഴ്സ്, ടു യൂസ് കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, വാട്ട് മസ്റ്റ് ബി ഗിവൺ ഹിയർ? എന്ത് തന്നിരിക്കണം? റേഷ്യോ ഈക്വൽ ആണെന്ന് തന്നിരിക്കണം. ആ റേഷ്യോ ഏതെന്നാ ഞാൻ ചോദിച്ചേ. സ്ക്രീൻ കാണുന്നില്ലേ?
അതാ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണാൻ പറ്റുന്നു? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണം കേട്ടാ. അപ്പം നോക്കിയേ, അപ്പൊ ഇ എഫ് പാരലൽ ടു ക്യു ആർ ആവണമെങ്കിൽ നമുക്കറിയാം ആക്ച്വലി പാരലാലിറ്റി ബി പ്രൂവ്ഡ് അല്ലെ. പാരലാലിറ്റി ടു ബി പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ പാരലാലിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് കറക്റ്റാണ്. പക്ഷെ അപ്പൊ കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് എന്തെങ്കിലും കയ്യിലുണ്ടാവണം. എന്തായിരിക്കണം കയ്യിലുണ്ടാവേണ്ടേ? റേഷ്യോ. ഏതാ റേഷ്യോ? ഏത് റേഷ്യോ അത്? പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. PE by EQ equal to PF by FR. Yes, we must have PE by EQ as equal to PF by FR അല്ലേ? ഇത് നമ്മളതിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താ PE EF parallel to QR. അപ്പൊ ഇനി നമ്മളുടെ എയിം അതാണ്. We need to check whether this ratio holds for this. നോക്കിയേ, PE തന്നിട്ടുണ്ട്. എന്താ അത്? PE 3.9 ഡിവൈഡഡ് ബൈ EQ തന്നിട്ടുണ്ട്. എത്രയാ അത്? 3, which is actually 1.3 അല്ലേ, ബൈ 1. അടുത്ത PF by FR. PF by FR എന്ന് പറഞ്ഞാൽ എത്രയാ? 3.6 by 2.4. എത്ര വരിക? ഇത് ശരിക്കും ഇങ്ങനെ എഴുതൂല, 13 by 10 അല്ലേ. ഇവിടെ എന്താ വരിക? 36 by 24. എത്ര വരിക? 3 by 2. ആർ ദ സെയിം? ഈ രണ്ട് റേഷ്യോ സെയിം ആണോ? ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹിയർ PE by EQ is not equal to PF by FR. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് DE നോട്ട് പാരലൽ ആണ്. അപ്പൊ ഇത് നമുക്ക് DE അല്ലല്ലോ EF അല്ലേ. അവർ ചോദിച്ചിരിക്കുന്ന ഏത് കേസിലാണ് EF പാരലൽ ആവുക എന്നാണ്. അപ്പൊ EF പാരലൽ ടു QR എന്നുള്ളത് ഹോൾഡ് ആവത്തില്ല ഇവിടെ. ഇറ്റ് ഈസ് നോട്ട് ഹോൾഡ് അല്ലേ. ഇത് പാരലൽ ആവത്തില്ല. ഇത് പാരലൽ ആവണമായിരുന്നുവെങ്കിൽ ഈ റേഷ്യോ എന്തായിട്ട് വരണമായിരുന്നു? ഈക്വൽ ആയിട്ട് വരണമായിരുന്നു. ബട്ട് ഹിയർ റേഷ്യോ ഈസ് നോട്ട് ഈക്വൽ. സോ ദാറ്റ് മീൻസ് ദിസ് EF ഇൻ ദിസ് കേസ്, ദിസ് പർട്ടിക്കുലർ കേസ് EF ഈസ് നോട്ട് ഈക്വൽ. അതായത് ഈ മെഷർമെന്റ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ എന്തല്ല, ഇത് പാരലൽ. അടുത്ത കേസ് നോക്കിയേ, 4, 4.5, 8, 9, 4 by 4.5. അടുത്തതോ 8 by 9. ഇത് രണ്ടും തുല്യമാണോ റേഷ്യോ? ആണോ? ഇവിടെ ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ ഇത് അല്ലേ? 4 into 2 8, 4.5 into 2 9. അതിന്റെ അർത്ഥം ഈ രണ്ട് റേഷ്യോ തുല്യമല്ലേ അല്ലേടെ? അപ്പോൾ അതിന്റെ അർത്ഥം they are parallel. So this case it holds. What? EF parallel to QR hold ആവും. അതുപോലെ അടുത്ത കേസും എടുത്ത് നോക്കിയാൽ മതി. ഈ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഇത് പാരലൽ ആയിരിക്കും. റേഷ്യോ ഈക്വൽ അല്ലെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ കേസ് ഇറ്റ് ഇസ് നോട്ട് ട്രൂ. ഇവിടെ അടുത്ത കേസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. എന്താ അടുത്ത കേസിൽ അവരെന്താ തന്നിരിക്കണേ നോക്കിയേ. എന്താ തന്നിരിക്കണേ? PQ ആണ് തന്നിരിക്കുന്നത്. PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PQ എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ആൻഡ് PR എന്ന് പറഞ്ഞാൽ ഇത്. മറ്റേത് ഏതാ? PE. ഈ പാർട്ടും തന്നിട്ടുണ്ട്. പിന്നെ ഏതാ? PFും തന്നിട്ടുണ്ട്. അപ്പൊ PEയും PFും തന്നിട്ടുണ്ട്, PQവും PRും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ റേഷ്യോ PE by EQ ഹോൾഡ് ആവുകയാണെങ്കിൽ ഈക്വൽ ടു PF by
എഫ് ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ഇ ബൈ പി ക്യു ഇസ് ഈക്വൽ ടു പി എഫ് ബൈ പി ആർ ആണെന്ന് പറഞ്ഞൂടെ? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കോറോളറി ഓഫ് ദിസ്, പറഞ്ഞില്ലേ? പറഞ്ഞ ഓർമ്മയുണ്ടോ ഡേ? ഞാൻ Yes, sir. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇവിടെയും ഇത് തന്നെ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ പി ഇ ബൈ പി ക്യൂവും പി എഫ് ബൈ പി ആറും നമ്മൾ കണ്ടുപിടിച്ച് നോക്കി. ഇത് രണ്ടും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇ എഫ് ഈസ് പാരലൽ ടു ക്യു ആർ എന്ന് പറയാം. കാരണം എന്താ? ഇത് തുല്യമാണെങ്കിൽ ഏത് തുല്യമാണെന്ന് അർത്ഥം? പി ഇ ബൈ ഇ ക്യു ഇസ് ഈക്വൽ ടു പി എഫ് ബൈ ആർ. ആക്ച്വലി നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. പി ഇ ബൈ ഇ ക്യു ഇസ് ഈക്വൽ ടു പി എഫ് ബൈ എഫ് ആർ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇ എഫ് പാരലൽ ടു ക്യു ആർ എന്നാണ് നമുക്കറിയാവുന്നത്. പക്ഷേ ഇത് തുല്യമാണെങ്കിൽ ഏതും തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. പി ഇ ബൈ പി ക്യൂവും പി എഫ് ബൈ പി ആറും തുല്യമാണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? അപ്പൊ ഇത് നോക്കിയാൽ മതി അല്ലേ? പി ഇ ബൈ 0.18 ബൈ 1.28ഉം 0.36 ബൈ 2.56ഉം കണ്ടുപിടിച്ച് നോക്കുക. ഇഫ് ദേ ആർ ഈക്വൽ ദെൻ ദിസ് ഹോൾഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയേ, LM ഈസ് പാരലൽ ടു സി ബി. LM എന്ന് പറയുന്നത് ഏത്? LM പാരലൽ ടു സി ബി അല്ലേ? LN പാരലൽ ടു സി ഡി. LN പാരലൽ ടു സി ഡി. പ്രൂവ് ദാറ്റ് AM by AM by AB. ഈ AM by AB is equal to AN by AD എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് വാട്ട് ടു ബി പ്രൂവ്ഡ്? ടു പ്രൂവ് കുട്ടികളെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നിങ്ങൾ പ്രോബ്ലം മറ്റേ ഒബ്ജക്റ്റീവ് മാത്രം ബേസ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഈ ലോജിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കും. വാല്യൂസ് ഇട്ടിട്ട് ഇവിടെയൊക്കെ വാല്യൂസ് ഇട്ടിട്ട് നിങ്ങളുടെ അടുത്ത് 2 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ 2/5 ഇസ് ഈക്വൽ ടു ഇത് എത്രയായിരിക്കും, ഈ റേഷ്യോ എത്രയായിരിക്കും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ലോജിക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഇത് കൃത്യമായും മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് ഒരു ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഇത് പഠിച്ചു പോകാൻ പറ്റുന്നതല്ല. ഇവിടെ നമ്മൾ ഇതിൻ്റെ സബ്ജക്റ്റീവ് പാർട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിലെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് പഠിക്കുക. ഇവിടെ എന്താ പ്രൂവ് ചെയ്യാനും പറഞ്ഞിരിക്കുന്നവർ? AM by AB അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു AN by AD. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇത് നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്നോട് പറഞ്ഞേ, AM by AB ഈക്വൽ ടു AN by AD പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമ്മളിപ്പോൾ അതിനൊരു പാർട്ട് ചെയ്ത് നോക്കി മനസ്സിലാക്കിയതേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചിട്ട് പറയാമോ? AN ഒന്നും കൂടെ നോക്ക്. AM by AB, AN by AD. ഇത് കിട്ടണമെങ്കിൽ ഏത് കയ്യിലുണ്ടാവണം? പറയാമോ? ടു ഹോൾഡ് ദിസ് റേഷ്യോ AM by AB, AN by AD, ഈ റേഷ്യോ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ഒന്ന് ആലോചിച്ചേ. AN by ND. വെരി ഗുഡ്. AM by MB is equal to AN by ND കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതിലെത്താം. ശരിയല്ലേ? നമ്മൾ +1 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കിട്ടുമല്ലോ അല്ലേ? അതല്ലേ നമ്മളിപ്പോൾ പഠിച്ചേ അല്ലേ? ഈ പാർട്ട് ബൈ ഈ പാർട്ട് ഇസ് ഈക്വൽ ടു ഈ പാർട്ട് ബൈ ഈ പാർട്ട് ഉണ്ടെങ്കിൽ you can reach to this part by whole, no problem, because we know the corollary part of that basic proportionality theorem, we proved it. അപ്പോൾ ഇത് നമുക്ക് വേണം. അപ്പോൾ നമ്മളുടെ എയിം ഇപ്പം മാറി. ഇത് കണ്ടുപിടിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്ത് കിട്ടണമെന്നായി? AM by MB is equal to AN by ND എന്ന് കിട്ടണം എന്നായി. ശരിയല്ലേ? ശരിയല്ലേടേ? Yes, sir. അതെ. അപ്പം നമുക്കിപ്പോൾ കിട്ടേണ്ടത് ഏതാണ്? ഈ AM by
എം ബി ഇസ് ഈക്വൽ ടു എ എൻ ബൈ എൻ ഡി എന്ന് കിട്ടിയാൽ മതി. എന്നാൽ എ എം ബൈ എ ബിയും എ എൻ ബൈ എ ഡിയും തുല്യമാവുമെന്ന് നമുക്കറിയാം. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, എ എം ബൈ എം ബിയും എ എൻ ബൈ എൻ ഡിയും, ഇപ്പം ഈ റേഷ്യോ കാണുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഉടനെ ഓടിയെത്തുക ഇതൊരു ട്രയാങ്കിൾ ആയിരുന്നു എങ്കിൽ, അല്ലേ, ആ ട്രയാങ്കിളിലെ രണ്ട് പാർട്ടായിരുന്നു, അതിലൊരു പാരലൽ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. പക്ഷേ ഇതൊരു ട്രയാങ്കിൾ ഒന്നുമല്ല, ഒരു ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടോ? ഒരു ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് ബൈ ഇത് എന്നുള്ളത് ഇവിടെ ഒരു പാരലൽ ലൈൻ ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യം നടന്നത്. പക്ഷെ ഇവിടെ അപ്പോൾ അതില്ല. അപ്പൊ വല്ല രക്ഷയുണ്ടോ എന്നോ എന്നൊരു ചോദ്യം. ഒന്ന് ആലോചിച്ചു. രണ്ട് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. യെസ്, എക്സലന്റ്. നോക്ക്, ഇവിടെ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഏതാണ്? ട്രയാങ്കിൾ എ സി ബി അല്ലെങ്കിൽ എ ബി സി, അല്ലേ? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി സി. നോക്കിയേ, രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു ട്രയാങ്കിൾ. Can you see this? And another one triangle is this one. ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളിനെ നിങ്ങളൊന്ന് നോക്കിയേ. ഈ രണ്ട് ട്രയാങ്കിളിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇവിടെ രണ്ട് കാര്യങ്ങൾ പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? എൽ എം പാരലൽ ടു സി ബി. ഈ എൽ എം എന്ന് പറയുന്നത് സി ബിക്ക് പാരലൽ ആണ്. സോ നമുക്ക് കൺസിഡർ triangle ABC. ABC consider ചെയ്തേ. LM parallel to CB indicates what? Parallel to CB എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? എന്ത് പറയാടെ? LM parallel to CB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ parallelity is given. അപ്പോൾ ഇവിടെ ഏത് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം? ഏതാ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഏത് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുക? പാരലൽ ലൈൻസ് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പറഞ്ഞോ. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. സോ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്ത് പറഞ്ഞപ്പോൾ എൽ എം പാരലൽ ടു ബി സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പെട്ടെന്ന് പറഞ്ഞോ. നിങ്ങൾ ഈ ട്രയാങ്കിൾ കാണും. So this is equation number 1. Similarly, you consider the triangle ADC. അവിടെ LN is parallel to CD. This LN is parallel to CD തന്നിട്ടുണ്ട്. So what you can say using ഇത് by BPT, അല്ലേ? ഇവിടെ എന്തായിരിക്കും പറഞ്ഞേ? Similarly, പറയടേ. AN by ND equal to AL by LC. AL by LC. ഇവിടെയും by BPT equation number 2. ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. The RHS of both these equations are same only. AL by LC. ഇവിടെ AL by LC, ഇവിടെ AL by LC. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ LHSനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം AM by MB is equal to AN by ND. സോ ഇതൊരു ലോജിക്കാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇവ തമ്മിൽ ബന്ധമില്ല എന്ന് തോന്നുമെങ്കിലും നമുക്കിതിനിടയ്ക്കൊരു മീഡിയേറ്റർ ലൈൻ കണ്ടു, അല്ലേ? ആ മീഡിയേറ്റർ വെച്ചിട്ട് നമ്മളെ ഇവയ്ക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലോജിക്കാണ്, നിങ്ങൾ അത് മനസ്സിലിട്ടിരിക്കുക. ഇതുപോലെ വേറെയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ AM LN ആയിരിക്കില്ല ചോദിക്കുക. പകരം നിങ്ങൾക്ക് ഇവിടെയൊക്കെ വാല്യൂ തന്നേക്കും. മനസ്സിലായില്ലേ? ഇതിൻ്റെ വാല്യൂ തന്നേക്കും, ഇതിൻ്റെ വാല്യൂ തന്നേക്കും, ഇതിൻ്റെ വാല്യൂ തന്നേക്കും, ഇവിടെ വാല്യൂ എക്സൈറ്റഡ് അൺനോൺ ആക്കി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വിലയായിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ വില ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞോട്ടെ. എല്ലാം ബൈ ഇതിപ്പോൾ ഇതാണോ ചെയ്തത്? ഓക്കെ.
നോക്കിയേ, ഇവിടെ ഡി ഇ പാരലൽ ടു എ സി ആൻഡ് ഡി എഫ് പാരലൽ ടു എ ഇ. ഡി എഫ് പാരലൽ ടു എ ഇ. നിങ്ങളടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബി എഫ്, ദിസ് ബി എഫ് ബൈ എഫ് ഇ എന്ന് പറയുന്നത് ഏതിന് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ബി ഇ ബൈ ഇ സി. സോറി, ഇ സി. ബി ഇ ബൈ ഇ സിക്ക് തുല്യമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നേരത്തെ പോലെ ഒന്ന് ചിന്തിച്ച്, നമുക്ക് ഇവിടെ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ട്. ക്യാൻ യു ഐഡന്റിഫൈ ദ മീഡിയേറ്റർ ഹിയർ? ഏതായിരിക്കും ഇവിടുത്തെ മീഡിയേറ്റർ? നമ്മളെ ഇതുപോലെ രണ്ട് തട്ടിലുള്ള സാധനങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിവിടെ രണ്ട് ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഒന്നേതാ? ഈ ട്രയാങ്കിൾ, ശരിയല്ലേ? ദിസ് ഈസ് വൺ ട്രയാങ്കിൾ, കറക്റ്റ്? ഇനി മറ്റൊരു ട്രയാങ്കിൾ ഏതാ ഇവിടെ? പറയാമോ? ഈ എ സി ഉൾപ്പെടുന്ന വലിയൊരു ട്രയാങ്കിൾ ഉണ്ട്, കണ്ടോ? കണ്ടോ? ഇതാ ഈ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ ഒന്ന് കമ്പയർ ചെയ്തേ. ഫസ്റ്റ് ട്രയാങ്കിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡി ഇ പാരലൽ ടു എ സി, ഡി ഇ ഈസ് പാരലൽ ടു എ സി. അപ്പൊ നമ്മൾ അവിടെ കൺസിഡർ എന്ന് പറയാം. ഇവിടുത്തെ കോമൺ സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിളിന്റെ കോമൺ സൈഡ് ഏതാ? നോക്കൂ, എ ബി ഈസ് എ കോമൺ സൈഡ് ടു ബോത്ത് ദിസ് ട്രയാങ്കിൾ. അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ എന്താണ്? ബി എ സി. ബി എ സിയിൽ ഡി ഇ പാരലൽ ടു എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഡി ഇയും എ സിയും പാരലാണ്. ഇവിടെ ഏത് അപ്ലൈ ചെയ്യാം? ഡി ഇ പാരലൽ ടു എ സി എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ ട്രയാങ്കിൾ കണ്ടായിരുന്നോ? എവിടെ? ഈ ഫുൾ ട്രയാങ്കിളിൽ ഡി ഇ പാരലൽ ടു എ സി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അതാ എന്റെ ചോദ്യം. ബി ഡി ബൈ ഡി എ ഈക്വൽ ടു ബി ഇ ബൈ ഇ സി. ബി ഇ ബൈ ഇ സി. എന്താ റീസൺ? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലേ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ട്രയാങ്കിൾ ഏതാ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്? ട്രയാങ്കിൾ എ ബി ഇ. ട്രയാങ്കിൾ എ ബി ഇ. ട്രയാങ്കിൾ എ ബി ഇ എന്ന് പറഞ്ഞ ഏതാ? ഇതാ ഈ ട്രയാങ്കിൾ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡി ഇ ഡി എഫ്. ഈ ഡി എഫ് എന്ന് പറയുന്നത് എ ഇക്ക് പാരലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഡി എഫ് പാരലൽ ടു എ ഇ. അങ്ങനെയാണെങ്കിൽ ബൈ ബി പി ടി നമുക്ക് എന്ത് പറയാം? ബി ഡി ബൈ എ ഡി ഈക്വൽ ടു ബി എഫ് ബൈ എഫ് ഇ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2 ബൈ ബി പി ടി. ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയേ. വാട്ട് യു ഹാവ്? ബി ബൈ ഇ സി, ബി ഡി ബൈ എ ഡി എന്ന് പറയുന്നത് രണ്ടിന്റെയും എൽ എച്ച് എസ് ആണ് അല്ലെ? രണ്ടിന്റെയും എൽ എച്ച് എസ് ആണ്. സോ ദ ആർ എച്ച് എസ് ഓഫ് ദ സെയിം ആർ ഈക്വൽ അല്ലെ? അവിടെ നമുക്ക് എന്ത് പറയാം? എന്ത് പറയാം? ബി ഇ ബൈ ഇ സി ഈക്വൽ ടു ബി എഫ് ബൈ എഫ് ഇ. ശരിയല്ലേ? ഇത് രണ്ടും തുല്യമാണ്. സാറിനോ പറഞ്ഞൂടെ? അതാണ് അവിടെ പ്രൂവ് ചെയ്യാനും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ രണ്ടിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലോജിക്ക് സെയിം ആണ്. ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആക്ച്വലി വെൻ ഫോർ എ എന്താ